വെൽക്കം ടു മാൽഡീവ്സ്. നല്ല രസം. പക്ഷെ ഞാന് ഓന്റെ മോനെ ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇതാണ് നമ്മൾ പോകുന്നത് മാൽഡീവ്സിലേക്കാണ്. നമ്മുടെ 20ാമത്തെ രാജ്യം. നമ്മളെ കൂടെ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ വ്ളോഗ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രം ദുബായ്. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചാടി ബസ് കയറി. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ എങ്ങനെയാണ് വിസ പ്രൊസീജിയർ, നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. ദുബായിന്റെ ഫ്ലൈറ്റ് ആണ്. ഇപ്പോഴത്തെ ഇഷ്യൂസ് ഒക്കെ നടന്നതിന് ശേഷം നമ്മൾ ആദ്യം 2026 നമ്മൾ ആദ്യത്തെ യാത്രയാണ്. എന്താ പറയുക, വളരെ ഷോർട്ട് വെക്കേഷൻ ആണ്, 3 ദിവസത്തേക്കുള്ള. ആൻഡ് ലെറ്റ്സ് ഗോ ടു മാൽഡീവ്സ്. മാൽഡീവ്സിന്റെ ഗോഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് റമീസിന് വിൻഡോ സീറ്റ് കിട്ടി. പക്ഷെ വിൻഡോ ഇല്ല, വിൻഡോ സീറ്റ് കിട്ടി. എനിക്ക് കാഴ്ച കാണാൻ അപ്പുറത്തുള്ളവനോട് ചോദിക്കേണ്ട അവസ്ഥ. ഇങ്ങനെ നോക്കിയാൽ കാണില്ല, പക്ഷെ ഇങ്ങനെ നോക്കിയാൽ കാണാം. ഹായ്, അപ്പൊ നമ്മുടെ ഇന്നലെ 20ാമത്തെ രാജ്യമായ മാലദ്വീപിലേക്കാണ് പോകുന്നത്. മാലദ്വീപ്സ് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ട് ടൂറിസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കൊരു പ്രത്യേകത. ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് 1.5-2 മണിക്കൂർ മാക്സിമം ഉള്ള കൊച്ചിയിൽ നിന്നും നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ഏകദേശം 1190 ചെറിയതായിട്ടുള്ള കൊച്ചു ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് മെയിൻ ആയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ദവേഹി എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സിംഹള ശ്രീലങ്കയായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് തന്നെ ടൂറിസമാണ്. ഒരു പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് കൺട്രി ആണ്. പക്ഷെ ചെറിയ പോപ്പുലേഷൻ ഉള്ളു, ഏകദേശം 5.5 ലക്ഷം ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ ലോക പ്രശസ്തമായ റിസോർട്ടുകളും പിന്നെ അതുപോലെ ഡൈവിങ്ങിനും സ്നോക്കലിങ്ങിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ നമ്മുടെ മാൽഡീവ്സ് വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാൽഡീവ്സ് എയർപോർട്ടിന്റെ ഔട്ട്സൈഡ് ആണ് ഈ കാണുന്നത്. നേരെ ബോട്ടിങ്ങും പരിപാടിയിലേക്കാണ് കയറുന്നത്. നമ്മൾ ഇവിടെ വന്ന സ്റ്റോറി പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു FABയുടെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാർഡിനകത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. 3 മന്തിനുള്ളിൽ അറൗണ്ട് 10,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാൽഡീവ്സ് ഒരു ഗ്രീസിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പൊ അത് സ്പെൻഡ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വൗച്ചർ വന്നു, 1 ഇയറിനുള്ളിൽ റെഡീം ചെയ്യാം. ചില പീക്ക് സീസണിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പോയിട്ട് വരാം. ഫ്ലൈറ്റും ഹോട്ടലും കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം കുറച്ച് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആയതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് എയർ അറേബ്യക്ക് പകരം ദുബായ് ആണ് ഹോളിഡേ ഫാക്ടറി തന്നത്. ഇത് ഹോളിഡേ ഫാക്ടറി ആണ് ഇവർ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോളിഡേ ഫാക്ടറിനെ കോൺടാക്ട് ചെയ്തു. നമുക്ക് ഹോട്ടലും കാര്യങ്ങളും തന്നു. കൂടെ എൻ്റെ കൂടെ റമീസിനും കൂടി ഓഫർ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വന്നു. കൂടെ വന്ന് നോക്കുമ്പോൾ UAE മാത്രം ഏകദേശം 40ഓളം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതെടുത്തിട്ട്. അപ്പം ഗ്രീസ് എടുക്കാത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസിന് ശങ്കം വിസയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പൊ അതിനേക്കാളും ബെറ്റർ മാൽഡീവ്സ് ആകുമ്പോൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാൽഡീവ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആകെ 2 ദിവസം വന്നിട്ട് പോകാനുള്ളൂ. 2 night 3 days ആണ് നമ്മളെ പോകുന്നത്. ഇന്നിപ്പോ നമ്മളിവിടെ സാറ്റർഡേ ഉണ്ടാവും, സൺഡേ എത്തി. നമ്മളിപ്പോ ഇനി മൺഡേ ഉണ്ടാവും. ട്യൂസ്ഡേ ഉച്ചയാകുമ്പോൾ നമ്മളിവിടെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് ഇതിലത് ഈ ട്രാൻസ്ഫർ, അതായത് ഇവിടുന്ന് ഹോട്ടലിലേക്കുള്ള ട്രാൻസ്ഫർ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, 2 ദിവസം താമസിക്കാനുള്ളതും പിന്നെ നമ്മുടെ ഫ്ലൈറ്റും ഇത്രയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്താൽ സോ ഒരു നല്ല ഡീലാണ് ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിവിടെ നെസ്താഷും കൂടി ഒരാൾ മലയാളിയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇമിഗ്രേഷനിലൊന്നും ചോദിച്ചില്ല. ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണെങ്കിലും ഞാൻ ഇവിടെ ഒരു ലിങ്ക് കാണിക്കുക. ഈ ലിങ്കിനകത്ത് 96, അതായത് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതിന്റെ മുമ്പുള്ള ഒരു 96 ഹവേഴ്സിനുള്ളിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഒന്നുമില്ല, ജസ്റ്റ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ പേര് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഡിക്ലറേഷൻ ഫോം കിട്ടും. നമ്മൾ അങ്ങനെ ബോട്ടിൽ കയറി ബോട്ടിൽ നിന്ന് നേരെ പോവാണ് റിസോർട്ടിലേക്ക്. പിന്നെ ഇവിടെ കറൻസി മാൽദ്വീപിയൻ റുഫിയ എന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മൾ ഏകദേശം 5.5 ഇന്ത്യൻ രൂപ കൊണ്ടുവന്നാലാണ് ഇവിടുത്തെ ഒരു റുഫിയ കിട്ടുക. പക്ഷെ ഇവിടെ ഞാൻ കറൻസിയേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാവർക്കും USD താല്പര്യം. പിന്നെ അതുപോലെ എല്ലാ റിസോർട്ടുകളും ഹോട്ടലുകളിലൊക്കെ കാർഡ് അക്സെപ്റ്റബിളും ആണ്. പിന്നീട് ഇവിടെ സിം കാർഡിന് ഭയങ്കര ഹയർ റേറ്റ് ആണ് തോന്നിയിട്ടുള്ളത്. $40 മുതൽ $50 വരെ ഒന്നും കൊടുത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് റിസോർട്ടിലേക്കാണോ പോകുന്നത് നിങ്ങൾക്ക് അവിടെ വെച്ചുള്ള വൈഫൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോമിംഗ് പ്ലാൻസും കാര്യങ്ങളും എയറാലോ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഈ സിം കാർഡുകളും പ്ലാനും എടുത്തിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ടവൽസ്. ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടക്ക. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ ചൂടിന് അർത്ഥം. Swimming pool and main beach area, you will find our lifeguard hut. You can collect all the towels you need. ഇത് കഴിഞ്ഞു ബഗ്ഗി എടുത്ത് പോവാണ്. ഇതാണ് സിനമൺ ഹോട്ടല്. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇതുണ്ട്, അതായത് $12 ഗവൺമെന്റിന് ഒരു ടാക്സ് ഉണ്ട്. ഒരു ദിവസം ഒരു നൈറ്റിന് $12 വെച്ചിട്ട്
പെർ പേഴ്സൺ കൊടുക്കുന്നത്, പെർ റൂമിനാണ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു റൂമിന്. അവിടെ നമുക്ക് ടെന്നീസ് കോർട്ട്, നമ്മൾ ടെന്നീസ് കളിക്കാന്നല്ലോ അവിടെ ടെന്നീസ് കോർട്ട് ഉണ്ട്. വൈബ് സ്ഥലം. അത് നമ്മളെ റൂമിലേക്ക് പോവാണ്. 2 മണിക്ക് റൂം റെഡി ആവുള്ളൂ. റെഞ്ചിന്റെ റൂം മാത്രം റെഡി ആയി ഭാഗ്യത്തിന്. നമുക്ക് അവിടെ പോയിട്ട് ചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. ഇപ്പൊ തന്നെ വന്നിട്ട് കുളിക്കണം, ഒരു രക്ഷയില്ല. നോ വെയിറ്റിംഗ്. തുള്ളല്. അപ്പൊ ഇതൊരു വലിയ ഐലൻഡാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഷോപ്പ് ഉണ്ട്, കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിലൊന്നിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. പിന്നെ അതാ ഇതിന്റെ അകത്ത് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പാർക്ക് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഒന്നിനൊരു കുറവില്ല. നമുക്ക് ലക്കി ശരിക്കും നമ്മളെ റൂം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആ റൂം നമ്മളിപ്പോ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമുക്ക് ബേസിക് റൂമായിരുന്നു അവർ തന്നത്. അവിടെ നമ്മൾ അപ്ഗ്രേഡ് ആകാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FABയുടെ ദുബായ് ഫസ്റ്റിന്റെ കാർഡായിരുന്നു ഞാൻ എടുത്തത്. ആ കാർഡിലാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റും നമ്മുടെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്കിത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോർട്ട് മലാഹിനി കുദാബന്തോസ് ആയിരുന്നു. കുറെ ഫ്ലൈറ്റ് ഇതിനു മുമ്പ് ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാവരും അവർ ഇന്നത്തേക്കായിരുന്നു ഷെഡ്യൂൾ ചെയ്ത്. ഫസ്റ്റ് കുറച്ച് പേര് മലാഹിനി കൊടുത്തു. ബാക്കി നമ്മളെ പോലുള്ള കുറച്ച് പേർക്ക് നമുക്ക് സിനമോണിലേക്ക് മാറ്റി. സിനമോൺ കുറച്ചുകൂടി സ്റ്റാർ കൂടിയ ഹോട്ടലായതുകൊണ്ട് തന്നെ നമ്മളോട് ഒരു 180 ദിർഹംസ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ബേസിക് ഗാർഡൻ വ്യൂ ഉണ്ടായിരുന്ന ഹോട്ടലായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും വാട്ടർ ബില്ലാണ് അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നത്. ഏകദേശം 2500, അതായത് നാട്ടിലൊരു 60,000-70,000 രൂപയുടെ ബർത്ത് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഫ്രീ അപ്ഗ്രേഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. This is so unpredictable, man. So unpredictable. ഇതൊക്കെ ഇതുവരെ ചൂടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് മഴക്കാറ് മഴ പെയ്യാൻ തുടങ്ങി. ആകെ വേറെ മൂഡിലേക്ക് മാറിട്ടോ. നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായി. ഇപ്പൊ ക്ലൈമറ്റ് സെറ്റ്. പക്ഷെ എന്നാലും വരുന്നവരോട് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം ഈ സമയത്ത് വരണ്ടെന്നാണ് ഞാൻ പറയാ. അത് മെയ് ജൂണൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓഗസ്റ്റ് ചൂടുകാലങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്താ പറയാ, നിങ്ങളൊരു 1 ടൈം ലക്ഷറി എന്നുള്ള ലെവലിലൊക്കെ വരുന്ന സമയത്ത് യു ക്യാൻ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് പ്ലേസ്. എല്ലാം ഇടി വെട്ടുന്നുണ്ട്. മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇപ്പൊ അതിലൂടെ ജെറ്റ് സ്കീ കൊണ്ട് ആൾക്കാർ പോയണം. ഈ വെള്ളത്തിൽ കയാക്കിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ബോട്ടിംഗ് ഉണ്ട്, സീ പ്ലെയിൻ ഉണ്ട്, സംഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് പറഞ്ഞുതരാം. എന്നത് വാട്ടർ വില്ലാണെങ്കിൽ ഇത് വാട്ടർ വ്യൂ, ഫ്രണ്ട് വ്യൂ ഉള്ള സെറ്റപ്പ് ആണ് കേട്ടോ. ഇതും കുറെ റൂംസ് ആണ്. ഈ റൂംസിന് നേരെ ഇങ്ങോട്ട് വ്യൂ കിട്ടും. അവിടെ വേറെ കുറച്ചും കൂടി പ്രീമിയം സെറ്റപ്പിൽ ഒരു ഗംഭീര ലക്ഷറി വില്ലാസ് ഒക്കെ ആണ് കേട്ടോ ഉള്ളത്. ഡബിൾ ഡെക്കർ ഹോം, മൊത്തം ഫാമിലിക്ക് നിൽക്കാൻ. പിന്നെ അവിടെ നിന്ന് തന്നെ കുളിക്കാം. അതിൻ്റെ അകത്ത് ലൈവ് വെള്ളത്തിൽ ഇറക്കി വെച്ച സാധനമുണ്ട്. അതാണ് നമ്മൾ താമസിക്കുന്ന ലോങ്ങിൽ കാണുന്നത് വാട്ടർ വില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാട്ടർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ, അതായത് അവർ കരയിൽ തന്നെ ഉള്ളത്, പക്ഷെ അവർക്ക് നേരെ ഇറങ്ങുന്ന വെള്ളത്തിലേക്ക് ആയിരിക്കും. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറെ ഡബിൾ ഡെക്കർ വില്ലാസ് ഉണ്ട്. പിന്നെ ഇവിടെ വേറെ ടൈപ്പ് വാട്ടർ വില്ല വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളുണ്ട്. അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രൈസിങ് ഉണ്ടാവുക. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എൻ്റെ റെക്കമെൻഡേഷൻ ബെസ്റ്റ് വാട്ടർ വില്ല എടുക്കുന്നതാണ്. അമേസിങ് എന്ന് വെച്ചാൽ അതിൽ ബാൽക്കണിയൊക്കെ ഭയങ്കര വ്യൂ ആണ്. നേരെ വന്ന് വെള്ളത്തിലേക്ക് ചാടാ. അങ്ങനെ ഫൈനലി ഏകദേശം 2 മണി ആവാനായപ്പോൾ നമ്മൾ റൂമിന്റെ ചാവി കിട്ടി. നമ്മളിങ്ങനെ ജസ്റ്റ് റൂമിൽ കാണുമ്പോൾ ഇവിടെ അമ്യൂണിറ്റീസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാഡ്മിന്റണും അതുപോലെ ടെന്നീസ് കോർട്ടും കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് എപ്പോഴൊന്നും കളിക്കാൻ കിട്ടാത്ത സാധനങ്ങളാണ്. അതിന്റെ പുറമെ ഇതാണ് വലിയ പൂൾ എന്ന് പറയുന്നത്. ഇവരെ ബിഗ് പൂൾ ഇതാണ്. കുട്ടികൾക്കുള്ള ചെറിയ സാധനമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജിമ്മുണ്ട്. പിന്നെ ഡൈവൻസിൽ ഞാനിപ്പോ ഒന്ന് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടിഞ്ഞ റേറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ $120 മറ്റേ ഫിഷ് ടാങ്ക് സ്വിമ്മിങ്, അതുപോലെ ഷാർക്കിന്റെ ഒപ്പം സ്വിം ചെയ്യാൻ. 20 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ആയി. 350-400 ദിർഹംസിന്റെ അടുത്ത്. അതായത് നാട്ടിലെ 10 റുപ്യന്റെ അടുത്തൊക്കെ 10,000 ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനുണ്ടോന്ന് വെച്ചാൽ അറിയില്ല. ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്ത് പോലെ ഫിലിപ്പീൻസിലൊക്കെ പോകുമ്പോൾ ഇത്ര റേറ്റ് ഇല്ല. പിന്നെ ഇവിടെ ഡൈവിങ്ങിന് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഡൈവിങ് ഒരു പക്ഷേ മാൽദീവ്സ് ഇസ് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മളതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതും നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന് 24 ഹവേഴ്സിന് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ 24 ഹവേഴ്സിനുള്ളിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരു മയക്കുണ്ടാവും തോന്നുന്നു. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. സോ നമുക്ക് നാളെ രാവിലെ ചെയ്യാൻ ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ഓപ്ഷൻ നോക്കണം. പിന്നെ ബാക്കിയുള്ളത് നല്ല ഏരിയ ആണ്. മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഫുഡ് ഹെവി എക്സ്പെൻസ് ആണ്. ഇതിൻ്റെ അകത്ത് എന്തിനും എക്സ്പെൻസീവ് ആണ്. സോ നമ്മൾ ഫുഡിനും കാര്യങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഇഫ്താഷായ കുറച്ച് നൂഡിൽസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ നമ്മളതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇവിടുത്തെ ഫുഡിന്റെ പ്രൈസാണ് ഈ കൊടുത്തിരിക്കുന്നത്. മോർണിംഗിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ലഞ്ചിന് ഏകദേശം $40, നൈറ്റാണ് $65 ഒരാൾക്കാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇമാജിൻ ചെയ്ത് നോക്കി എത്രത്തോളം കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ. 120 ദിർഹംസിന്റെ അടുത്ത് ഉച്ചക്കും 200 രാത്രിയൊക്കെ പോകും. സോ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ ഒരു 1 ടൈം നിങ്ങളൊരു എക്സ്പീരിയൻസിന് നല്ല നിലക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിച്ച് ഇസ് ഫൈൻ.
അപ്പോൾ ഇതാണ് മാൽഡീവ്സിൽ ഒരു വാട്ടർ വില്ല എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് വാട്ടർ വില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 522 ആണ്. അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വില്ലാസ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇതൊരു കൈൻഡ് ഓഫ് ലക്ഷറി ആയിട്ടാണ് മാൽഡീവ്സിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാപ്പിൻ ചെയ്ത് നമ്മുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞ അവിടെ തന്നെ നല്ല നൈസ് ഇന്റീരിയർ ആണ്. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും പിന്നെ അത് ഒരു പൈസ വെക്കാനുള്ള ലോക്കർ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇസ്തിരിപ്പെട്ടി ഉണ്ട്, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. സോ ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ നൈസ് ലോണ്ട്രിക്കുള്ള ബാഗേജ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ളതുണ്ട്. അതുപോലെ ബാത്ത് ടവൽസ് ഉണ്ട് ബെസ്റ്റ്. ആൻഡ് ഇതിനകത്ത് ഈ മിനി ബാർ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. മിനി ബാർ എന്നാണ് അവരിതിന് പറയാം. പക്ഷെ ഇതിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ ഈ വാട്ടറും കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ നൈസ് ഇന്റീരിയർ ആണ്. കെട്ടിലും റൂംസ് തന്നെ പറയാം, കാരണം നല്ലൊരു ബെഡ് ഉണ്ട്, അതുപോലെ ഒരു സോഫ ഉണ്ട്. പിന്നെ അതിന്റെ ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ടണം കൂടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ടിലേക്ക് ഫുള്ള് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ്ലി ഡയറക്റ്റ് ഇതിൻ്റെ വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. ചില വിലാസിലൊക്കെ ഇട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാണാം. അപ്പം ഒരു TV ഉണ്ട്, പിന്നെ നമുക്കിവിടെ കോഫി അതിനുള്ള സെറ്റപ്പും സാധനങ്ങളൊക്കെ അത് വേറെ ഉണ്ട്, കെറ്റിലുണ്ട്. ഇനി ഇതിൻ്റെ ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്കും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ കിട്ടില്ല. നോക്കുക, നമുക്ക് ഇറങ്ങാൻ പറ്റും. ജസ്റ്റ് കാണലല്ല, നമുക്ക് നേരെ പോയി വെള്ളത്തിലേക്ക് ഇറങ്ങാം. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് നോക്കുക താഴോട്ട് കാണുന്നത്. നമുക്ക് ഇത് അത്ര ഒരു സേഫ് അല്ല ഈ സാധനങ്ങളൊന്നും ചവിട്ടുന്നത്. അതുകൊണ്ട് സ്ലിപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കുറേ വില്ലാസിൻ്റെ ബാൽക്കണി കാണുകയും ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ബാൽക്കണിയുള്ള വ്യൂ. ഇവിടെ ആലോചിച്ചൊക്കെ വരുന്നത് വെള്ളത്തിൽ കയറിയാൽ ഇവിടെ നിന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇനി വാഷ്റൂമാണ് കാണിച്ചു തരണമെങ്കിൽ വാഷ്റൂം നമ്മുടെ നേരെ ഇവിടുന്ന് എനിക്ക് ഒരു റോഡിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടതാണ്. വാഷ്റൂം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട്, ഷവർ ഏരിയ ഉണ്ട്, പിന്നെ ഇതൊരു കിടിലൻ ജക്കൂസി, അടിപൊളി ജക്കൂസി ഇത് അവിടെ നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ലൊരു മിററും സാധനങ്ങളും, പിന്നെ ബ്രഷ്, പേസ്റ്റ് സംഭവങ്ങൾ, ഷേവിങ് കിറ്റ് എന്ന് കൊണ്ടുവരേണ്ട ഒക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അതാ നമുക്ക് ഇനി വേറൊരു ഡോറുണ്ട്. ആ ഡോറ് കൂടാതെ ഇങ്ങോട്ടേക്ക് ഒരു ഡോറുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്നൊക്കെ ഡയറക്റ്റ് കയറി വന്നിട്ട് നേരെ ഇതുവഴി റൂമിലേക്ക് പോയി വെള്ളം നാക്കണ്ട, ജസ്റ്റ് ഇതുവഴി എൻ്റർ ആവാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതൊരു മെയിൻലി കപ്പിൾ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കപ്പിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈവസി ഇൻ ബിറ്റ്വീൻ ദോസ് ടു പീപ്പിൾ. സോ അവർക്ക് ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്ട്രോങ് കറൻസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. ഇപ്പൊ അതിന്റെ സമയമാണ്, ഞങ്ങൾ വന്നതിന് ശേഷം ശരിക്കും കാണുന്നുണ്ട്, ഭയങ്കര എന്താണ് വരുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എത്ര എന്നുള്ളത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അവന് ഞാൻ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞില്ല, പക്ഷെ സംഭവം അറൗണ്ട് നല്ലൊരു ഹൈ എമൗണ്ട് വരുന്ന ഒരു സ്ഥലമാണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു 3-6 ഊട്ടിയൊക്കെ പോയി റിസോർട്ട് എടുക്കുന്ന സമയം കൊണ്ടും ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്ന നല്ല ഡിഫറൻസ് ഉണ്ട്. സോ വരുന്നുണ്ടെങ്കിൽ മാൽഡീവ്സ് ഒക്കെ വരുമ്പോൾ ഒരു ദിവസം കാണുമ്പോൾ പോലും നല്ല വാട്ടർ വില്ലൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നല്ല റേറ്റിംഗ് ഉള്ള നല്ല റിവ്യൂ ഉള്ള സാധനം നോക്കി എടുക്കണം. ഹിയർ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകെ പറയാം. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷപ്പ് ആവട്ടെ. ഇന്നലെ ഫ്ലൈറ്റിൽ വന്ന മുതലുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മളെ സെക്കൻഡ് റൗണ്ടിന് ഇറങ്ങിയിരിക്കുകയാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. പുതിയ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് വൈകിട്ട് ആയപ്പോഴേക്ക് സെറ്റായി. എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാഡ്മിന്റൺ കളിക്കാൻ ഇറങ്ങിയാണ്. ഷോ മാത്രമേ ഉള്ളൂ, കളി ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ നമ്മളെ നേരെ കോട്ടുന്ന് കളിയും കഴിഞ്ഞ് വന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. 10 മണി വരെ പൂള് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ രസമായി ഫുഡ് വന്ന് നമ്മൾ പറഞ്ഞ അറാബിയാട്ട എന്ന് പറഞ്ഞ ഒരു പിന്നെ എന്താ പറയുക പാസ്തയും പിന്നെ പിസ്സ നോക്കണ പിസ്സ നമ്മള് ഹവായിൻ ആണ് കേട്ടോ. ചിക്കൻ പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും, $12 പിന്നെ ഇത് ആണ് ഇവരുടെ ഒരു മാൽഡീവിയൻ ഫിഷർമാൻ മീൽ എന്നാണ് പറയാം. ഇതിന്റെ സലാഡ്, ഇതിന്റെ സൂപ്പ്, ചപ്പാത്തി കൊള്ളാം. അപ്പൊ ഗൈസ് നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മള് ഇന്നിപ്പോ മൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൽഡീവ്സിലേക്ക് ഇന്നലെ പുലർച്ചക്ക് പുറപ്പെട്ടാണ് 2 മണിക്ക്. നമ്മൾ രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തു. ചെറിയ രീതിയിൽ കസ്റ്റംസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവര് നമ്മളെ കയ്യിൽ കുപ്പി ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്, ചെക്കൊക്കെ ചെയ്തു.
അങ്ങനെ കുറച്ച് സമയം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. ബട്ട് ഓക്കെ, അരമണിക്കൂർ കൊണ്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഹോളിഡേ ഫാക്ടറിയുടെ ടീം നമ്മളൊരു ഷിപ്പിൽ കയറ്റി തന്നു. നേരെ റിസോർട്ടിൽ വന്നിറങ്ങി. പിന്നെ 2 മണി വരെ ചെക്കിൻ ആവുന്നവരൊക്കെ കുറച്ച് തിരിഞ്ഞു കളിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. ഐലൻഡ് കുറേയൊക്കെ നടന്ന് കണ്ടു. പിന്നെ അതൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. വൈകിട്ട് കുറച്ച് ഷട്ടിൽ കളിച്ചു, സ്വിമ്മിങ്. പിന്നെ ഇവിടെ കുറച്ച് ഫുഡിനും കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. അത്യാവശ്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവിടുത്തെ ഫുഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നോക്കാം. അല്ലാതെ ആളുകൾ വരികയാണെങ്കിൽ ബെറ്റർ നിങ്ങൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ സാധനങ്ങളോ കുറച്ച് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ 1-2 നേരത്തെ ഫുഡൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഇൻക്ലൂഡഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഹാഫ് ബോർഡ്, ഫുൾ ബോർഡ് കാര്യങ്ങൾ അവരതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബുഫറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നാളെ നമ്മുടെ ഒരു ഡൈവിങ്ങിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പോകണം. പിന്നെ നാളെ ഒരു ദിവസം ഫുൾ ഡേ നമ്മുടെ കയ്യിലുണ്ട്. മറ്റന്നാളാണ് നമ്മൾ തിരിച്ചു പോവാം. അപ്പം ഹൈലൻഡ് മറ്റു വിശേഷങ്ങളൊക്കെ കാണുന്നവരെ ആദ്യ ഭാഗത്തിന് നന്ദി. ബൈ ബൈ.